ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സ്റ്റിച്ചിങ്ങൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പഠിച്ച സ്റ്റിച്ചിങ്ങിൽ നിങ്ങൾക്കൊരു പുലിയാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു 2 മാസത്തെ കോഴ്സോ അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സോ എടുത്തിട്ട് സ്റ്റിച്ചിങ് പഠിച്ചവരായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ട് ഇതുപോലെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ നോക്കി പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. എങ്ങനെ പഠിച്ചായാലും നിങ്ങൾ ഈ ഒരു കൈത്തൊഴിൽ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതെങ്ങനെ ഒരു വരുമാന മാർഗമാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ തന്നെ വയ്ക്കാതെ നമ്മളത് ചെയ്തു നോക്കുക. ഇപ്പോൾ സ്റ്റിച്ചിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ചെയ്തു നോക്കുക. നമ്മളിപ്പോൾ ഒരു സാരി ബ്ലൗസ് പഠിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ചുരിദാർ പഠിച്ചു എന്ന് വിചാരിക്കുക. ആ പഠിച്ചു എന്ന് കരുതിയിട്ട് നമ്മളത് ബുക്ക് മടക്കി വെച്ചിട്ട് മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളതൊരു തുണിയിലേക്ക് എടുത്ത് ചെയ്തു നോക്കുക, അളവൊക്കെ എടുത്ത് ചെയ്തു നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ടെൻഷനാണ്, പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിലേക്ക് ആദ്യം വെട്ടുക, അതിന് ശേഷം തുണിയിലേക്ക് വെട്ടി നോക്കുക. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പഴയ സാരി, അതുപോലെ തന്നെ ഷോളുണ്ടായിരിക്കാം കോട്ടൻ്റെ, പിന്നെ സെറ്റ് മുണ്ട്, സെറ്റ് സാരിയൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെയൊന്ന് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത്, അതുപോലെ തന്നെ നന്നായിട്ട് സ്റ്റാർച്ച് ചെയ്ത് ഒന്ന് അയൺ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്കത് മതി തയ്ക്കാനായിട്ട്. പുതിയ തുണിയൊന്നും തീർത്തും ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർ ആദ്യമൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് നമുക്ക് കുറച്ചൊക്കെ അറിയാമെന്ന് തോന്നിക്കഴിയുമ്പോൾ മാത്രം നമ്മൾ പുതിയ തുണി മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ അറിവുകൾ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ വയ്ക്കാതെ ചെയ്തു നോക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒരു കാര്യം അറിയാം, അത് ചുരിദാർ, സാരി, ബ്ലൗസ് ഇതറിയാം, ഇത് മാത്രം എനിക്ക് മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കരുത്. പുതിയ പുതിയ ട്രെൻഡുകൾ വരുന്നതിനനുസരിച്ച് അത് ഏതൊക്കെയെന്ന് കണ്ടെത്താനും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പരീക്ഷിച്ച് നോക്കാനും നമ്മളെപ്പോഴും തയ്യാറായിട്ടിരിക്കണം. അത് നമ്മുടെ ഒരു ദിനചര്യ എന്ന രീതിയിൽ നമ്മൾ ചെയ്തു നോക്കണം. ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പുതിയ നെക്കാണെങ്കിലും, ഇപ്പോൾ കോളർ നെക്കാണെങ്കിലും, അതല്ല വി കോളർ നെക്ക്, അങ്ങനെ പലതരം നെക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയൊരു കസ്റ്റമർ വന്നിട്ട് എനിക്ക് ഇന്നത് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ എന്താ പറയുക, നമുക്കവിടെ വരുമാനം കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ എല്ലാവരും ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് എവിടെയാണെന്ന് നോക്കി, യൂട്യൂബിലാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് കാണും. അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കുക. എപ്പോഴും നമ്മുടെ സ്റ്റിച്ചിങ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അളവെടുത്ത് തയ്ക്കാനായിട്ട് പഠിക്കുക. ഒരു ചുരിദാർ കൊണ്ടുവന്നു എന്ന് കരുതുക, ചിലപ്പോൾ പഴയ ചുരിദാറായിരിക്കും ഈ കൊണ്ടുവരുന്നത്. അപ്പോൾ പറയും, എനിക്ക് അവിടെ ഒരു 1/2 ഇഞ്ച് വണ്ണം കൂട്ടണം, ഇപ്പുറത്ത് ഒരു ഇഞ്ച് വണ്ണം കൂട്ടണം, 2 ഇഞ്ച് ഇറക്കം കൂട്ടണം, കൈക്ക് ഒരു 1/2 ഇഞ്ച് നീളം കൂട്ടണം എന്നൊക്കെ പറയും. ഒരുപക്ഷെ നമ്മളത് എഴുതി വയ്ക്കാൻ മറന്നു പോകും. അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ ആ അളവിൽ തന്നെ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചിട്ട് ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എന്തുകൊണ്ടും ഈ ഒരു അളവ് ചുരിദാറിൽ നിന്ന് അളവെടുത്ത് ചെയ്യണേക്കാളും പെർഫെക്റ്റായിട്ടൊരു സാധനം അയാൾക്ക് പാകമാകണമെങ്കിൽ നമ്മൾ ബോഡിയിൽ നിന്ന് തന്നെ മെഷർമെൻ്റ് എടുത്ത് ചെയ്യുക. അപ്പോൾ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ലൂസ് കൂട്ടണം. അതുപോലെ ചുരിദാറിൽ നിന്ന് നമ്മൾ അളവെടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. പല രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്, രണ്ടും രണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. അതിന് ശേഷം ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മിക്കവാറും എന്നല്ല, 99% ആളുകൾക്കത് പാകമായിരിക്കും. അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ബോഡിയിൽ നിന്ന് അളവെടുക്കാനായിട്ട് നിങ്ങൾ മടിക്കേണ്ട, ബോഡിയിൽ നിന്ന് അളവെടുത്ത് തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ എത്രയാണ് അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കണക്ക് കൂട്ടി വയ്ക്കുക. ഇപ്പോൾ കസ്റ്റമർ വന്ന് ചോദിക്കുമ്പോൾ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ മടി കാണിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളതിനൊരു ആ ഒരു സാധനം തയ്ക്കുന്നതിന് എടുത്ത എഫർട്ട്, എത്രത്തോളം കഷ്ടപ്പാടാണ് ഒരു ചുരിദാർ തയ്ക്കാൻ എടുത്തതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അപ്പം നമ്മളെടുത്ത എഫർട്ടും നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമയവും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കതിന് ചിലവായ
സംഗതികളുടെ എണ്ണം, ഇപ്പോൾ ലേസ് ആണെങ്കിൽ, എലാസ്റ്റിക് ആണെങ്കിൽ, മുത്ത്, അങ്ങനെ എന്തെങ്കിലും അതിലെന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ നമുക്ക് മേടിക്കാനായിട്ട് പറ്റണം. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ കൂലി ചോദിക്കുമ്പോൾ അത് മടി കാണിക്കാൻ പാടില്ല, കറക്റ്റായിട്ട് പറയാനായിട്ട് നമ്മൾ പഠിക്കണം. പിന്നെ ഒരാളുടെ മുഖത്ത് നോക്കി എങ്ങനെയാണ് ഇത്രയും റേറ്റ് കൂടുതൽ പറയണേ എന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് പറയുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതാണ് റേറ്റ് എന്ന് ആദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം വേണമെങ്കിൽ പറയാം, ചുരിദാർ തയ്ക്കുന്നതിന് 400 രൂപയാണ് എന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. ലൈനിങ് വെച്ച് തയ്ക്കുന്ന എക്സ്ട്രാ ലൈനിങ് നമ്മൾ എടുക്കണമെങ്കിൽ അതിൻ്റെ റേറ്റ് നമുക്ക് തരണം. അങ്ങനെ നമുക്ക് പറയാം. എങ്കിൽ അവർക്ക് അത് കൂലി പറയുമ്പോൾ ഒരുപാടാണെന്ന് തോന്നില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ലൈനിങ് അവരോട് വാങ്ങിക്കൊണ്ട് വരാൻ പറയുക. ഇപ്പോൾ സാധാരണ ഒരു ചുരിദാർ തയ്ക്കാൻ 400 രൂപയാണെങ്കിൽ ഒരു 2.5 മീറ്റർ ലൈനിങ് എടുക്കുമ്പോൾ 100 രൂപയും കൂടി ആവും. അപ്പം മൊത്തം 500 രൂപയാവും. അത് നിങ്ങൾ പറയുക, ചുരിദാറിൻ്റെ 400, 100 ലൈനിങ്ങിൻ്റെ ആണെന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് 500 എന്ന് പറയുമ്പോൾ ഇത്രയും രൂപയാണെന്ന് അവർക്ക് തോന്നാം. കൂടുതലും അവരോട് തന്നെ ലൈനിങ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കിപ്പോൾ ഒരു ലൈനിങ് എടുക്കാൻ പോകണമെങ്കിൽ ഒരു ദിവസത്തെ സമയം പോയി കിട്ടും. അപ്പോൾ മാക്സിമം വരുന്നവരോട് പറയുക ലൈനിങ്ങും എടുത്തുകൊണ്ട് വരിക എന്ന് പറയുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ് കൊണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരു കാലത്തും ഇങ്ങനെ നിന്നു പോകുന്ന ഒരു തൊഴിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എപ്പോഴും ആളുകൾ കൂടുതൽ ഈ ഒരു അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യത്തിലും. ഇപ്പോൾ ബ്ലൗസിലായാലും ചുരിദാറിലായാലും എന്തായാലും പുതിയ ട്രെൻഡുകൾ പരീക്ഷിക്കാനായിട്ടാണ് ആളുകൾക്ക് ഇഷ്ടം. എപ്പോഴും യൂണീക്കായിട്ടിരിക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് നമുക്കൊരു നഷ്ടക്കളിയല്ല, അത്യാവശ്യം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗം തന്നെയാണ്. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ അത് വിട്ടുകളയരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം.